വാക്ക് അല്പം തട്ടിക്കൂട്ടിയാണ് അവർ പറഞ്ഞിരുന്നത്. ഇതൊരു ദുരാരോപണമാണ്, കള്ളപ്രചാരണമാണ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എന്നുവരെ ഇക്കഴിഞ്ഞ 2012 ജനുവരി വരെ ഷാർജയിൽ നിന്നെത്തിയ ശേഷം ചാലിയത്ത് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ വേറെയാണ്, സക്കരിയ ജിന്നിനോട് വിളിച്ചു തരാമെന്ന് പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. അഡ്രസ് ഇല്ലാത്തവർക്ക് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുന്നുണ്ട്. അത് നടക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞത്. കേൾക്കുന്നത് ആശ്വാസകരമായിരിക്കും. ഒന്ന് കേട്ടോളൂ. ആദർശ ദൃഢതയുള്ളവരാകണം. ഊഹാപോഹങ്ങൾ കൊണ്ട് പലരും നടക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ഇതാ വളരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ സലഫി വേറെയാണ്, സക്കരിയ സലാഹി വേറെയാണ് എന്നും പറഞ്ഞ് സക്കരിയ സലാഹി ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നയാളാണെന്ന് പച്ചക്കള്ളം സക്കരിയ സലാഹിയുടെ പേരിൽ പറഞ്ഞ്, അതുപോലെ തന്നെ ഒട്ടേറെ കളവുകൾ പണ്ഡിതന്മാരുടെ പേരിൽ പറഞ്ഞ് തമ്മിൽ തല്ലിച്ച് രണ്ടാക്കാൻ നോക്കുന്ന കുബുദ്ധികളെ, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ആ വഴിയിലേക്ക് നീങ്ങില്ല. കേരള ജംഇയ്യത്തുൽ അതിനുറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പിട്ട പണ്ഡിതന്മാരുണ്ട്. അവർക്ക് ആർക്കും ഒരു തർക്കവുമില്ലാതെ വെറുതെ അവരുടെ പേരിൽ നിങ്ങൾ ഓരോന്ന് വിളിച്ചു പറയണ്ട. അടിച്ച് ചികിത്സിക്കണമെന്നാ പറയുന്നത്, അടിക്കണമെന്ന് ആ രൂപത്തിൽ ആരാണത് പറയുന്നത്? ആർക്കും ആ വാദം കേരള ജംഇയ്യത്തുൽ ഉലമയിലില്ല. പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജീവൻ പോലെ പല സംഘടനകൾക്കും ഒരിത്തിരി ജീവൻ കിട്ടാനുള്ള ശ്രമമുണ്ടെങ്കിൽ അത് നടക്കൂല. പ്രവർത്തകന്മാര് വളരെ ഉത്സാഹത്തോടുകൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി പടച്ചറപ്പിന്റെ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ സ്ഥിരപ്പെട്ട ഒരു ഹദീസുകളെയും നിഷേധിക്കാതെ ബുഖാരി എന്ന് അറബി ഭാഷയിൽ പറയാൻ പോലും വിവരമില്ലാത്ത വിവരദോഷികളാണ് ബുഖാരിയിലെ ഹദീസുകളെ തള്ളിക്കളയുന്നതെങ്കിൽ അത് ആദർശം കൊണ്ട് മുജാഹിദിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുമെന്നേ പറയാറുണ്ട്. അത് കേട്ടല്ലോ, നല്ല ശബ്ദമാണ്. പക്ഷെ പറഞ്ഞത് മുഴുവൻ കളവാണ് മാത്രമേ ഉള്ളൂ. ആ ഈണത്തിൽ അങ്ങനെ കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. ആദർശം കൊണ്ട് മുജാഹിദിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ നേരിടുന്നു. ആര് നേരിടും? അവർ വെച്ച് നോക്കൂ. ഇന്ന് അവർ എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥ ഇത് 2012 ജനുവരിയിൽ ചാലിയത്ത് ഇദ്ദേഹം പ്രസംഗിച്ചതാണ്. ഷാർജയിൽ നിന്നെത്തിയ ഷെയ്ഖ് പ്രസംഗിച്ചതാണ്. പച്ചക്കളവായിരുന്നു. എത്രമാത്രം കളവ് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു അവർ, പക്ഷെ സാധിച്ചില്ല. 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ വിചിന്തനത്തിൽ വളരെ കൃത്യമായിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? സക്കരിയ സലാഹിയെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്തു, പുറത്താക്കി എന്നല്ല. ആ വാക്കുപോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീക്കം ചെയ്തു. എന്തിന്? ദീർഘകാലമായി സംഘടനക്കും ആദർശത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട്. സംഘടന വേറെ സംസാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ ആദർശം എന്തായിരുന്നു? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അധിഷ്ഠിതമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ രണ്ടുമുണ്ട്. ഇയ്യാക നഅ്ബുദു മാത്രമല്ല, വ ഇയ്യാക നസ്തഈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. രണ്ടും കൂടുമ്പോഴാണ് തൗഹീദായി തീർന്നത്. ഈ ആദർശത്തിൽ അടിയുറച്ച് പ്രവർത്തിച്ചു മുന്നേറിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ ഉണർത്തി. എന്തിനായിരുന്നു ഉണർത്തിയത്? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ സംഘടനയിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ സ്വന്തമാക്കാമെന്ന ചിന്തയായിരുന്നു. പക്ഷെ യഥാർത്ഥ മുജാഹിദുകൾ നമ്മൾ CP ഉമർ സുല്ലമിയുടെ നേതൃത്വത്തിൽ കടുത്ത പ്രതിരോധം തീർത്തു. അവർ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെച്ചു. നോക്കൂ, നിങ്ങൾ പ്രമാണങ്ങളുടെ പേരിലും നമ്മെ ഭത്സിക്കുന്നവരാണവർ. ഹദീസ് നിഷേധികളെന്നാണ് നമ്മളെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്.
പക്ഷെ അവർക്ക് മറുപടി CD ടവറിൽ വെച്ചിട്ട് അവരുടെ തന്നെ പണ്ഡിതൻ നൽകുകയുണ്ടായി, ഇവർ ഖുർആനിനെ തന്നെ നിഷേധിക്കുന്നവരാണ് എന്ന്. നമ്മളൊക്കെ കേട്ടതാണത്. പരിശുദ്ധ ഖുർആനിന്റെയും തിരിച്ചര്യയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ മുജാഹിദുകൾ മുന്നോട്ട് പോയത്. അതാണ് നമ്മളുടെ പ്രമാണം. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പ്രഖ്യാപിച്ചത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. ഇന്നാ ലഹു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഖുർആനിൽ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹു ഖുർആനിന് നൽകിയിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ അലീം. പരിശുദ്ധ ഖുർആൻ ഇതിൽ ബാത്തിൽ വരികയില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ അഹ്സനുൽ ഹദീസ് അത് അല്ലാഹുവിന്റെ കലാമാണ്, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. ഇത് അതിന് ചില പരിവർത്തനങ്ങൾ വരുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഖുർആനും അതുപോലെ തന്നെ ഹദീസും ഒരുപോലെയാണ് എന്ന്, അല്ലാഹുവും റസൂലും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാലുണ്ടാകുന്ന അതേ അപകടം ഇവിടെയും കടന്നു വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഗവർണർമാർക്ക് നൽകിയിട്ടുള്ള കത്തുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗവർണറായ ശുറൈഹിന് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതി, നിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വന്നാൽ നീ പരിശുദ്ധ ഖുർആനിലുണ്ടോ നോക്കണം, ഖുർആനിലുണ്ടെങ്കിൽ അതനുസരിച്ച് തീരുമാനം പറയണം, ഇത് കണ്ടില്ലെങ്കിൽ ഹദീസിലുണ്ടോ പ്രവാചക ചര്യയിലുണ്ടോ പരിശോധിക്കണം, അതിൽ കണ്ടാൽ അതനുസരിച്ച് തീരുമാനിക്കുക, ഇല്ലെങ്കിലാണ് അടുത്തുള്ള നടപടികളിലേക്ക് പോകേണ്ടത്. നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ പ്രമാണം പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തെ പ്രമാണമാണ് സ്വഹീഹായിട്ടുള്ള ഹദീസ്. ആ രീതിയിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെയും തിരിച്ചര്യയുടെയും അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ സമുദ്ധരിച്ചിട്ടുള്ളത്, നവോത്ഥാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടുള്ളത്. പക്ഷെ ആ നവോത്ഥാനത്തെ ഊതിക്കെടുത്താൻ, അല്ലാഹുവിന്റെ ആ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് കഴിഞ്ഞ 10 വർഷമായി ഇവർ ശ്രമിച്ചത്. എന്നിട്ടോ ഇവർ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കുന്നു. തിരിച്ചറിയണം മുജാഹിദുകൾ, അവർ മുജാഹിദുകളല്ല എന്ന് ഉറക്കെ പറയാൻ സാധിക്കണം. അവർക്കിടയിൽ ആദർശ തലത്തിൽ അത് മനസ്സിൽ സ്നേഹിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളുണ്ടെങ്കിൽ നേരത്തെ ബഹുമാന്യരായ നേതാക്കന്മാർ പറഞ്ഞു കടന്നു വരാം അവർക്ക് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. അപ്പുറം നേരെ മറിച്ച് അവർ ശ്രമിച്ചതെന്തായിരുന്നു? അല്ലാഹുവിന്റെ പ്രകാശത്തെ, അതിന്റെ അടിസ്ഥാനം തൗഹീദിനെ ഊതിക്കെടുത്താനാണ് ശ്രമിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് ഒരു സക്കരിയയാണെങ്കിൽ ബാക്കിയുള്ള TP അടക്കമുള്ള നേതാക്കന്മാർ അതിന് സ്റ്റേജുകളും പേജുകളും അനുവദിച്ച് ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു. ഇന്നാണ് അവർക്ക് ദീർഘകാലമായിട്ട് ആദർശത്തിനെതിരായി പ്രവർത്തിക്കുന്നവരായത് സക്കരിയ സലാഹി. നോക്കൂ നിങ്ങൾ, ഇന്ന് അധികാരത്തിലിരിക്കുന്ന അപ്പുറത്തുള്ള ബഹുമാന്യരായ നേതാക്കളൊക്കെ ഈ സക്കരിയ അടക്കമുള്ളവരുടെ വോട്ട് വാങ്ങിയിട്ടാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പൊ എത്രയോ വർഷങ്ങളായി ഇയാൾ ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒന്നും അവർ ഉരിയാകില്ല, അത് എതിർത്തില്ല. അന്ന് നമ്മളായിരുന്നു അത് അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ജിന്നിന്റെയും അതുപോലെ തന്നെ ശൈത്താന്റെയും സിഹിറിന്റെയും ഒക്കെ മേഖലകളിലൂടെ കടന്നു വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിച്ചു. വിജനമായ പ്രദേശത്തെത്തിപ്പെട്ടാൽ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുകൾ, മലക്കുകൾ, മനുഷ്യർ എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അതിൽ അഭൗതികമായ സഹായ നേട്ടമില്ല. ഇതായിരുന്നു അവരുടെ പ്രഖ്യാപനം. അന്ന് ഇസ്ലാമിൽ ഇത് എഴുതുന്നത് ഹുസൈൻ സലഫി ആ പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ്. തിരുത്തണമെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യൻ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ച് ഒരാൾ വിളിച്ചാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ പരിസരത്ത് ആരെയും കാണുന്നില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്ന്, മലക്ക് എന്നെ സഹായിക്കുമെന്ന് നിലച്ച് അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്നൊരാൾ വിളിച്ചു പറഞ്ഞാൽ
അതിൽ അഭൗതിക തേട്ടമില്ല, തൗഹീദിനെതിരല്ല എന്നാണ് അവർ ഇത്രയും കാലം സമൂഹത്തെ പഠിപ്പിച്ചത്. നമ്മൾ പറഞ്ഞു തൗഹീദിന്റെ എതിരാണത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണത്. അത് മക്കാ മുശ്രിക്കുകൾ നടത്തിയിരുന്ന പ്രവർത്തനമാണ്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസ് യഊദൂന ബിരിജാലിൻ മിനൽ ജിന്ന് ഫസാദൂഹും റഹഖ. സൂറത്തുൽ ജിന്നിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. ഒരു സംഘം മനുഷ്യര് വിജനമായ സ്ഥലത്തെത്തിപ്പെട്ടാൽ അവർ ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളോട് സഹായം തേടാറുണ്ടായിരുന്നു, വഴി കാണിച്ചു തരണമെന്ന് പറയാറുണ്ടായിരുന്നു, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. അത്തരത്തിൽ ജിന്നുകളോട് സഹായം തേടിയിരുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു സംഘം ആളുകൾ. ഈ കേട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുഫസ്സിറുകളെ മുഴുവൻ രേഖപ്പെടുത്തിയത് അത് 916 ശിർക്കാണ്. പക്ഷെ ഈ ശിർക്കൻ വാദവും ഉന്നയിച്ച് നാടുകളെ നടന്നിട്ട് അവർക്ക് എത്തിയില്ല. അവരെ എതിർക്കാനോ അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്താനോ അവർക്ക് സാധിച്ചില്ല. ഇപ്പൊ പറയുകയാണ് ദീർഘകാലമായി ആദർശ വ്യതിയാനത്തിലായിരുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, ഖലീഫ തായത്തൊടി ജാമിയ നബവിയയിലെ കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ വന്നതിനെ ന്യായീകരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഇസ്ലാം കണ്ടിട്ടുണ്ടോ? മറുപടി കണ്ടിട്ടില്ല. വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. 5 കൊല്ലമായി ആ ഇസ്ലാമിൽ കാണുകയോ വായിക്കുകയോ ചെയ്യാത്തവരാണ് അതിനെ ന്യായീകരിച്ച് നടക്കുന്നത് എന്ന്. എന്നാൽ ഈ വർഷത്തിൽ ആദ്യത്തിൽ ജാമ്യയിൽ വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടിയിട്ട് ഖലീഫക്കാരോട് പറയാം. പക്ഷേ അതുവരെ ഈ ഖലീഫക്കാരെക്കൊടിയും മനസ്സും സിയാറും അടക്കമുള്ള ടീം ഇതിനെ ന്യായീകരിച്ച് നടക്കുകയായിരുന്നു. അവർ ജബ്ബാർ മൗലവി പറഞ്ഞതിൽ ഒരു കുഴപ്പവുമില്ല, സക്കരിയാക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല എന്ന് അവരെ ന്യായീകരിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പൊ കുമ്പസരിക്കുക, അന്ന് ഞങ്ങൾ അതൊന്നും മനസ്സറിഞ്ഞ് പറഞ്ഞതായി ഇരുന്നില്ല എന്ന്. മുജാഹിദുകളെ, അപ്പുറത്തുള്ള മാന്യരായ മുജാഹിദുകളെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. മനസ്സറിയാതെയാണ് ഇത്രയും കാലം അവർ ഈ കളവ് പറഞ്ഞിരുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ അണിനിരക്കാൻ സാധ്യമാണോ എന്നൊരുപാട് ആലോചിക്കണം. ഇനിയും അവരെ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായി നിങ്ങൾ പിൻപറ്റേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ 1-ാം തീയതി മുതൽ അത് ശിർക്കാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴോ അത് ബോധ്യപ്പെടുത്തി ചിലരൊക്കെ പുറത്താക്കിയപ്പോഴോ ഇപ്പൊ ചെറിയ മുണ്ടത്തിന്റെ പേരിലേക്കാണ്. ജബ്ബാർ മൗലവിയുടെ ഉസ്താദയാത്ര ചെറിയ മുണ്ടത്തിൽ നിന്നാണ് ജബ്ബാർ മൗലവിക്ക് ഈ വാദം കിട്ടിയത് എന്ന് പച്ചക്കളവ്. ചെറിയ മുണ്ടം അത്തരത്തിൽ വാദഗതി എവിടെയും ഉന്നയിച്ചിട്ടില്ല, ഷബാബ് എഴുതിയിട്ടില്ല. വളരെ കൃത്യമായി എന്താണ് ചെറിയ മുണ്ടം പറഞ്ഞത്, എന്താണ് അദ്ദേഹം എഴുതിയത് എന്ന് ഈ വിവാദം വന്നപ്പോൾ 2009 ഡിസംബർ 11 ഷബാബിൽ ചെറിയ മുണ്ടം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളത് എടുത്തു വായിക്കണം, നമ്മളുടെ പ്രവർത്തകരത് മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ചെറിയ മുണ്ടത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് മറുപക്ഷ മനസ്സും സിയായും അതുപോലെ തന്നെ ഖലീഫ തായക്കൊടിയുമൊക്കെ. ചെറിയ മുണ്ടം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി അഥവാ വൈദിയായി ജിന്നുകളോടും മലക്കുകളോടും സഹായം നേടാമെന്ന വിശുദ്ധ ഖുർആനിന്റെ വിരുദ്ധമായിട്ടുള്ള വാദം മുസ്ലിയാർ പറഞ്ഞാലും മൗലവി പറഞ്ഞാലും അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് ഖുർആനിന് വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി ഷബാബ് വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലെ ഷബാബ് എഡിറ്റോറിയൽ കൂടി നമ്മൾക്ക് ഒന്നുകൂടി ആവർത്തിച്ച് വായിച്ചു നോക്കിയാൽ എന്താണ് ഷബാബ് ആ ആദർശത്തിന്റെ ഘടകത്തിൽ ഈ മേഖലയിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കൃത്യമാവും. പക്ഷേ ആടിനെ കട്ടിയാക്കുന്ന ഇവരുടെ തനത് ശൈലി അനുസരിച്ച് ഇവർ ഇപ്പോൾ വിശദീകരണ യോഗങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷബാബിൽ ഈ വാദം വന്നിട്ടുണ്ട് എന്നാണ്. കളവാണത്. അത്തരത്തിലൊരു വാദം ഷബാബ് എഴുതിയിട്ടേയില്ല. ഇവർ വാദിച്ചതെന്താ?
ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കുമെന്ന്. സക്കറിയ സലാഹി നീണ്ടുനിന്ന കടവത്തൂർ പ്രഭാഷണം 2 ദിവസം നീണ്ടുനിന്നത്. അയാൾ ഇപ്പൊ പറയുന്നത് അന്ന് അനസിനും വിളിച്ചിനി ഞങ്ങള്, പക്ഷേ അനസ് വരാതെ പറ്റിച്ചതാണ് ഇപ്പൊ പറയുന്നത്. ഏതായാലും 2 ദിവസത്തെ പ്രഭാഷണത്തിൽ 2ാമത്തെ ദിവസം ചോദ്യോത്തര സെഷനിൽ അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി എന്താ? ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കും, പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യില്ല. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും, പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല. ഇത് പ്രസംഗിച്ചു 4 മുതലുള്ള സീഡി വിതരണം ചെയ്ത വ്യക്തിത്വം 1000 കുതിരശക്തിയോടുകൂടി ചോദിക്കുകയാണ്, ഞാനിവിടെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത് ഇവിടെയാണ് എന്ന്. അബ്ദുറഹ്മാൻ സലഫി മറുപടി പറഞ്ഞു. ജാമിയ സലഫിയായി എന്താ മറുപടി പറഞ്ഞതല്ലോ? പിലാക്കായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അത് ചക്കന്നെയാണ്. പിലാക്കായ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ ചക്ക എന്ന് പറയേണ്ട ആവശ്യമില്ല. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും. ആരാധന, പൂജ, ഇബാദത്തിന് മലയാളത്തിലുള്ള 2 പദങ്ങൾ. അപ്പൊ ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കും. ഒന്നുകൂടി പറഞ്ഞു നോക്കും നിങ്ങൾ, ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്താൽ അവർ സഹായിക്കും. എന്താ ഇബാദത്ത്? ഇബാദത്ത് പരിശുദ്ധ ഖുർആനിൽ തിരിച്ചറിയാൻ പഠിപ്പിച്ചു. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ജിന്നുകളോട് പ്രാർത്ഥിച്ചാൽ അവർ നമുക്ക് ഉത്തരം ചെയ്യും, അവർ നമ്മെ സഹായിക്കും. വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ വാദം, ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ്, ശിർക്കിലേക്കാണ് സമൂഹത്തെ ഇവർ നയിച്ചത്. തുടർന്ന് അവർ ഉന്നയിച്ച വാദം പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല, അഥവാ ആരാധനയും പ്രാർത്ഥനയും രണ്ടും രണ്ടാണ് എന്നും വരുത്തി തീർത്തു. ഈ രീതിയിൽ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആശയത്തിന് വിരുദ്ധമായി സമൂഹത്തെ ബോധവൽക്കരണം നടത്തി പഠിപ്പിച്ച് അതിനെ കാളുണ്ടാക്കിയെടുത്ത് എന്നിട്ട് ഇപ്പോഴും അറിയാം ഞാനെതിരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ചോദ്യം ഉന്നയിക്കേണ്ടത് നമ്മളോടല്ല, നമ്മളല്ല അതിന് മറുപടി പറയേണ്ടത്. അതിന് മറുപടി പറയേണ്ടത് മറുപക്ഷമാണ്. അഥവാ നേരത്തെ പറഞ്ഞല്ലോ, ജിന്നുകളുടെ പേരിൽ പുലർന്ന് തല്ലുകൂടുന്ന ആളുകൾ. ഒന്നുകൾ മനുഷ്യന്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ അന്ന് നമ്മളെ കുറ്റം പറഞ്ഞവർ എന്താണ്? കണ്ണീരൊക്കാൻ കൈകോർക്കുക, മനുഷ്യർക്ക് വല്ല നന്മയൊക്കെ ചെയ്തു കൊടുക്കണം, കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ നമ്മളെ ആരോപിച്ച ആളുകൾക്കും മനുഷ്യന് നന്മ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ ജിന്നുകളുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്നു, പരസ്പരം കലഹിക്കുകയാണ്. സക്കറിയ സലാഹി പറയുന്നത് എന്താ? കേരളത്തിൽ നിന്ന് ആരാവശ്യമില്ല, ആദർശവും ആവശ്യമില്ല, കേരളത്തിൽ നിന്ന് ആധാരമേ ആവശ്യമുള്ളൂ എന്നാണ് സക്കറിയ സലാഹി പറയുന്നത്. നോക്കൂ, നിങ്ങൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരുമല്ലോ. ഏകദേശം അവർ കൂടെ കിടന്നവരാണ്, കൂടെ യാത്ര ചെയ്തവരാണ്, രാപ്പനി അറിയുന്നവരാണ് ഈ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കും നിങ്ങൾ ആ ശബ്ദം. അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടുകൊണ്ട് പോകാൻ ചില ഫോക്കസുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണെന്നെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. പണ്ട് പോയത്തക്കാരനായ ഒരു മുതലാളി പറഞ്ഞില്ലേ, 8 കള്ളം കൊണ്ടുവയ്ക്കുമ്പോ ആ കാപ്പ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞത് പോലുള്ള ഒരവസ്ഥ ഉണ്ടാക്കണം. ആണെന്തെങ്കിലും വേണ്ടില്ല, പള്ളിയും മറ്റൊക്കെ ഇത് ഭയങ്കരമായ ആധാരം തിരിക്കുന്ന പണിയാണ്. എല്ലാ ഇടക്കിടയ്ക്ക് ആധാരം തന്നെ ആധാരം തന്നെ നമുക്ക് ആധാരം മതി, ആളുകൾ ആവശ്യമല്ല, സംഘടന ആവശ്യമല്ല, ആദർശ ആവശ്യമല്ല, ആധാരം തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ആധാരം വാങ്ങി വെക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പണം പിന്നെ ആളുകളൊക്കെ കൈകാട്ടി അല്ലേ, നമുക്കത് 2-3 ദിവസത്തേക്ക് കെട്ടിയെടുത്ത് പോവുകയാണ്, പള്ളിയിൽ കിടക്കാണ്, നേരം വിട്ട് കൂടുതൽ പോയി പിരിക്കുന്നു, പിന്നെ അവിടെ കിടക്കുന്നു, അടുത്ത പള്ളിയിൽ പോകുന്നു. ഇങ്ങനെ സാധാരണക്കാരും മൗലവിമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും എന്റെ ആധാരം തരി എന്റെ ഭരിക്കണവരാണ് എന്നാണ്. ഈ രീതിയിലേക്കുള്ള ഒരു സ്വഭാവം ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരം.
ഇപ്പൊ. പണ്ടെന്താ പറഞ്ഞത്? അൽഹംദുലില്ലാതെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ ഖേദായില്ല. അപ്പൊ നിങ്ങൾ ആധാരം മതി എന്ന് TP അടക്കമുള്ള നേതൃത്വത്തിന് ഇപ്പൊ ആധാരം ആവശ്യമില്ല. നേരത്തെ ബഹുമാന്യനായ CP പറഞ്ഞു, മഞ്ചേരിയിൽ ഇവർ നടത്തിയ വിശദീകരണ യോഗത്തിൽ TP അവരുടെ സംഘടനയുടെ ഒരു മെജർ പറഞ്ഞെന്തായിരുന്നു, കോടികളുടെ ആസ്തി നമുക്കുണ്ട്, എന്നിട്ട് അതൊന്നും ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല. ആസ്തി ഉണ്ടായിട്ടെന്ത് കാര്യം? ആദർശമില്ലെങ്കിൽ, ദീനാനുണ്ടായിട്ടെന്ത് കാര്യം? ദീനില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ട് അവരുടെ നാവിലൂടെ തന്നെ. പക്ഷേ സംഘടനയിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരെ ഇതേ അവസരം TP അബ്ദുൽ കോമദി വിലയിരുത്തുന്നുണ്ട്. എന്താ അദ്ദേഹം വിലയിരുത്തിയത് കാര്യം? നിങ്ങൾ വളരെ ദുസ്വഭാവികളായിട്ടുള്ള ആളുകളുണ്ട്, അവർ മിമ്പറുകൾ കൈയടക്കുന്നുണ്ട്. രണ്ടാൾക്ക് ഒരു മിമ്പറിൽ ഒപ്പം കയറാൻ കഴിയാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കയറാൻ നിൽക്കുന്ന രണ്ടാളുണ്ട് പറഞ്ഞത്. തെസ്കിയത്ത് യോഗങ്ങൾ നിർത്തിവെക്കണമെങ്കിൽ നമ്മൾ മതി തെസ്കിയത്ത് എന്നാ പറഞ്ഞത്. ഇനി മിമ്പറിൽ കയറിയുള്ള ആളുകളൊക്കെ താഴെ ഇറങ്ങണം, എന്നിട്ട് സദസ്സിലിരിക്കുന്ന തക്കവയുള്ള ആളുകളുണ്ട്, അവർ കയറി പറയട്ടെ എന്ന്. ആലോചിച്ചോക്കും നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് ആ സംഘടന, എന്താണ് അവരുടെ അവസ്ഥ? സംസ്ഥാന അധ്യക്ഷൻ എന്നിട്ട് ആത്മകഥ ചെയ്യുക, TP ഇങ്ങനൊക്കെ പറയേണ്ടതുണ്ട് എന്നാ കേട്ടോ. പഠിപ്പിക്കാനൊന്നും മാത്രമല്ല, അത് ഓരോരുത്തർക്ക് അത് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ സംഘടനയിൽ ക്ലാസ് പറഞ്ഞു. ക്ലാസ് വെച്ചാൽ ഇങ്ങനെ താഴേക്ക് പ്രസംഗിക്കണമെങ്കിൽ പഠിക്കും. അങ്ങനെ ഒരു ആളുകളുണ്ട്, അത് ചിന്തിക്കാൻ പറ്റും. നോക്കി മെമ്പറിൽ കയറുന്ന താഴ്ത്തി കളിച്ചിട്ട് താഴെ വെക്കുന്ന മെമ്പർക്ക് എന്നിട്ട് അല്ലാതെ പേരിലോ ഇവിടെ ആളുകളുടെ ഇടയിൽ മനസ്സിലാക്കി സ്കൂളുണ്ടാക്കുന്നു. നല്ല ഉദ്ദേശിക്കുന്ന ആശയത്തിന്റെ ചിന്തമാക്കുന്നത് പറച്ചിലിങ്ങനെ നാരകമായ സഭാവംശങ്ങൾ ബാധിച്ചവരെ നിലക്ക് നിൽക്കാനാണ് സാധിക്കും. ഈ ചന്ദ്രനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന മതിപ്പുണ്ടായിരുന്നത് എന്തൊക്കെ ചേർത്തത് അതായിരുന്നു. ചോദിച്ചപ്പോൾ മോദിയുടെ മനസ്സിനുടേയും മറ്റു ആളുകളുടെ ഈ സമൂഹത്തിൽ ജീവിക്കാത്തവരുടെ പറഞ്ഞിരിക്കാൻ ഓരോ ആളുകളൊക്കെ ചെയ്യുന്നത് എടുക്കില്ല. ഓരോ അങ്ങനെ വലിയ കൊടുക്കാം. എങ്ങനെ അവരുടെ കഴിവുള്ളതാണെന്നോ ഒക്കെ ഒരു ശ്രദ്ധിക്കും, ഇവർ നോക്കും, ഓരോ ആളിലേക്ക് മാറ്റം ചെയ്യും. എന്നാൽ സമൂഹത്തിൽ ജീവിച്ച് അധ്വാനിച്ച് ജീവിക്കുകയും അധ്വാനിച്ച് അവരെ കണ്ടുകൊണ്ട് ദൗത്യം നടത്തുകയും ഒക്കെ ചെയ്യുന്ന രണ്ടാമത് ആളുകളുടെ പ്രധാനമാണ്. ഇത് പോകുന്നില്ല ഒരു സംഘടനയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ദശാംശം ചർച്ചയായിട്ട് സ്ഥാനത്തിന് സംഭവിച്ചത് എന്താണ് കേൾക്കുന്നത്? ഒന്നും നിലവിളിച്ച് നിൽക്കാണ്. അതിന്റെ ഇടയിലുള്ള കുറച്ച് അടക്കമാണ്. പ്രചരണങ്ങളും ആയിട്ട് നടക്കണം. അതിനൊക്കെ ആയിട്ട് ഒന്നും കൊടുക്കാൻ ഓരോ കിട്ടുന്നത് ഒരു തക്കം കിട്ടുന്നുണ്ടെങ്കിൽ ഒരാളധികം കയറാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് പോകുന്നത്. അത് മറ്റുള്ളവർ നമ്മളെ ഈ കോലം കെട്ടി നടക്കുന്നതിനേക്കാളൊക്കെ അല്ലെങ്കിൽ 10 മിനിറ്റ് ഇവിടുത്തെ സാധാരണ ഉണ്ടാക്കുന്നത് ഒരു കാര്യം ഇതെന്റെ വീടിന്റെ സംസാരിക്കുന്നത് എനിക്കത് വേദനയോട് പറയാൻ എനിക്കറിയാവുന്ന ആയിരക്കണക്കിന് ആളുകൾ അല്ലാതെ പേടിയുള്ള നല്ല മനുഷ്യന്മാർ മുഴുവൻ ഓരോ സുഹൃത്തുക്കൾ കൊണ്ട് മാർഗത്തിൽ കൊണ്ട് തീരുമാനിക്കാൻ അവർക്ക് നല്ല മുന്നിൽ എഴുതിയിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് ഒരു പേടി എഴുതിയിട്ട് ഒരു കോലം കൊണ്ടിട്ടും ഒക്കെ നോക്കി അവർക്ക് വിമർശിച്ച് ഇതിങ്ങനെയാണെങ്കിൽ അതൊക്കെ സമയം കിട്ടാൻ മാറ്റി മുഴുവൻ രക്ഷിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. എന്താണ് അവിടെ ഹത്തീബുമാരായി ജോലി ചെയ്യുന്നവരെയാണ് വിലയിരുത്തിയത് സംസ്ഥാന അധ്യക്ഷൻ. മനസ്സിലാക്കിക്കൂടി, പ്രത്യേകിച്ചും അപ്പുറത്തുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ. നിങ്ങൾ ഈ അതിൽ നിന്നിട്ട് കാര്യമില്ല. തമ്മിൽ വേദം തൊമ്മൽ
എന്ന് ചിന്തിച്ചേക്കാം. പക്ഷെ തൊമ്മന്റെ കഥ എന്താ? ആരാ ഈ തൊമ്മൻ? ഒരച്ഛന് 2-3 മക്കളുണ്ടായിരുന്നു എന്ന ഒരു യാത്രക്കാരനെ പോയപ്പോ അച്ഛനോട് ചോദിച്ചു, എന്തൊക്കെയാണ് സുഖല്ലേ, എന്തൊക്കെ വിവരം, മക്കളൊക്കെ എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അത്രേ തമ്മിൽ വേണം തൊമ്മനാണ്. എന്നിട്ട് തൊമ്മനെവിടെ? അവരതാ പുരപ്പുറത്ത് പുരക്ക് തീ കൊടുക്കാൻ കയറിയിരിക്കുന്നു. ഇതാ തൊമ്മൻ, ഇതാണ് തൊമ്മൻ. അപ്പൊ തമ്മിൽ തൊമ്മനെന്ന് ഇനി ആലോചിച്ച് നിൽക്കേണ്ടതില്ല. മുജാഹിദുകൾക്ക് യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരേണ്ട സമയമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ദീൻ നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടും. നോക്കൂ നിങ്ങൾ, മിമ്പറിൽ കയറുന്ന ആളുകളെ കുറിച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ അവരെ വിലയിരുത്തിയത്. മാരകമായ സ്വഭാവ ദൂഷ്യത്തിന് അടിമപ്പെട്ടവരുണ്ട്, അവരെ നന്നാക്കാൻ സാധാരണക്കാർ ഇടപെടണമെന്ന്. അപ്പൊ പറയേണ്ടി വന്നു, ഇതേ ഹാലിൽ വെച്ചെന്നെ ധൈര്യമായി ചെയ്തോളൂ, എല്ലാം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഒരു വേള അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. ആളുകളത് മനസ്സാവാച കർമ്മ ഉൾക്കൊള്ളു, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇന്നലെ ഇന്നാലത്തെ പത്രത്തിൽ വന്ന വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവില്ല അതൊക്കെ മറ്റാൾ ഏറ്റെടുത്തോളുന്ന. ആലോചിച്ചോളൂ നിങ്ങൾ, ജിന്നുകൾ നമ്മുടെ സുഖയ്ക്ക് വിളിച്ചവർക്കും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് സമൂഹത്തെ വഴിപിഴപ്പിച്ച് നടന്നിരുന്ന വ്യക്തി ഒരു കീറ കണ്ട നോക്കിടാൻ ജിന്നോട് നോക്കുക. അറിയോ, ആ ദുരവസ്ഥ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, അത് കുടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സാധാരണക്കാരായ മുജാഹിദുകളെ നിങ്ങളതിൽ പെടരുത്. ആ മുജാഹിദുകളെ കൊണ്ടുവരേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ് ഇവിടെ തനിച്ചു കൂടിയ യഥാർത്ഥ മുജാഹിദ് പ്രവർത്തകർ. അതിനാണ് നമ്മൾ ഈ കൺവെൻഷൻ വെച്ചിട്ടുള്ളത്. അപ്പുറത്ത് ആദർശമില്ല, 2 വിഭാഗത്തിലുമില്ല. ഒന്ന് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായ ശിർക്കിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ, ശിർക്കൻ വാദങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ശരി, അഹ്സൻ മൂവാറ്റുപുഴയിൽ നടന്ന സംവാദത്തിൽ ഹനീഫ ചായക്കൊടിയോട് അനസ് മുസ്ലിയാനോട് ചോദിച്ചു, ജബ്ബാർ മൗലവി ഔട്ട്, സക്കരിയ സലാഹി പോയി, അല്ലേ, എല്ലാം മുശ്രിക്കില്ലേ, ഇനി നിങ്ങളെ കൂട്ടത്തിൽ മുശ്രിക്കാകാൻ പാടാനാണുള്ളത്. ഹനീഫക്ക് മനസ്സിലായില്ല ചോദ്യം. ഒന്നുകൂടി തട്ടിക്കൂട്ടി ചോദ്യം, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുശ്രിക്കാവാനുള്ളത്? സിഹർ ഫലിക്കുമെന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? പ്രവാചകൻ സിഹർ ഫലിച്ചിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? വൈദികയായ മാർഗത്തിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അല്ലാഹു മാത്രമേ കഴിയൂ എന്നാണ് നിങ്ങൾ മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മുജാഹിദുകൾ പഠിപ്പിച്ചത് അതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കായില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ മുശ്രിക്കാവാറുള്ളത് എന്ന മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. മറുപടിയിൽ ഹനീഫ ചായക്കൊടി പറഞ്ഞ ഭാഗം അതിനേക്കാൾ അപകടകരമായിരുന്നു. മറുപടിയിൽ ഹനീഫ പറഞ്ഞതെന്താണ്? നിങ്ങൾ വൈദിയായിട്ട് ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ അല്ലാഹു അല്ലാത്തവർക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, കുഴപ്പമില്ല. തേടിയാലേ പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ. അതിനേക്കാൾ വലിയത, കുടിച്ചതിനേക്കാൾ വലിയതാ മാറത്തിടുന്നത്. രണ്ടും കണക്കാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ, ആ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചപ്പോൾ അസൂയ മൂത്തിട്ടുള്ള ചില ആളുകൾ ഇതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആരെയാണോ അവർ നശിപ്പിക്കാൻ ശ്രമിച്ചത്, ആരെയാണോ അവർ അരിക്കാക്കാൻ നോക്കിയത്, അവരതാ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളും പദ്ധതികളും ഒക്കെയായി അങ്ങനെ പോകുന്നു. എന്നാൽ അരിക്കാക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളുടെ അവസ്ഥയോ, അവർ അരിക്കായിക്കൊണ്ടിരിക്കുന്നു. സങ്കടകരം. മഞ്ചേരിയിൽ സക്കരിയ സലാഹിയുടെ പ്രഭാഷണം തുടങ്ങുന്നത് വൈകുന്നേരം 5:38 അദ്ദേഹം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, സന്തോഷമില്ല എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ, ഒരു സന്തോഷമില്ല, വളരെ ദുഃഖകരമാണ്. നിവൃത്തി ഞാനിട്ട് നിൽക്കുകയാണ്, അതൊക്കെ നിവൃത്തി ഞാനിട്ട് നിൽക്കുകയാണ്. സമയം നമുക്ക് അതൊക്കെ കേൾപ്പിക്കാൻ. പക്ഷെ മുമ്പെന്താ പറഞ്ഞിരുന്നത്? മിമ്പറിൽ കയറി
ജുമാഅത്തുബയിൽ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ടായ പിളർപ്പ് ഖേദകരമെന്ന് പറയേണ്ട, അൽഹംദുലില്ലാ എന്നാ പറഞ്ഞിരുന്നത്. അൽഹംദുലില്ലാ എന്നാ പറഞ്ഞിരുന്നത് എല്ലാവരും കേട്ടതാണ്. പക്ഷെ ആ സക്കരിയ മാറി. ഹുസൈൻ മടവൂരടക്കമുള്ള CP ഉമർ സുല്ലമി, KK മുഹമ്മദ് സുല്ലമി, അതുപോലെ തന്നെ അമ്മാവോട്ട് അബൂബക്കർ മോനിയരെ തുടങ്ങിയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എണ്ണം വെച്ച പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുമെതിരെ ആദർശ വ്യതിയാനാരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇന്ന് സക്കരിയ പറയുന്നത് എന്താ? ഇന്നെ പുറത്താക്കിയതല്ല എനിക്ക് സങ്കടം, ശിർക്കാരോപിച്ച് കാണാമോ പുറത്താക്കിയത് നോക്കുക. എന്നാൽ മറ്റുള്ളവർക്കെതിരെ ഈ ശിർക്കാരോപണം വന്നപ്പോൾ അതൊന്നും ഒരു വേദാവില്ല. TP പറഞ്ഞതാണ് ശരി, അവനവന്റെ കാര്യം കഴിച്ചിലാക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലൊക്കെ ഒരു തട്ടിക്കുട്ടി എടുക്കുന്നു. നിങ്ങൾ അത് തട്ടിക്കുട്ടി ഇറക്കുന്നുണ്ടല്ലോ, അത് തട്ടിക്കുട്ടി ഇറക്കുന്നുണ്ട്. ആ രീതി കേൾക്കാം. വേറൊരു മഹാൻ അയാളുടെ വീടിനെ കുറിച്ച് പറഞ്ഞത് എന്താ? അയാളുടെ വീടിനെ കുറിച്ച് പറഞ്ഞത് എന്റെ കയ്യിലൊക്കെ നിങ്ങളെ മാതിരിയൊന്നുമല്ല, കഴമ്പാണെന്ന്. ഞാൻ കൽക്കോരിയിലൊക്കെ പോയി അധ്വാനിച്ച് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു 38 സെന്റ് നാട്ടിലുണ്ടായി. 38 ലക്ഷത്തിന് ഞാൻ വിറ്റു. എന്നിട്ട് 38 ലക്ഷത്തിന് വിറ്റിട്ട് പിന്നെ ഒരു 29 സെന്റ് വേറെ വാങ്ങി ഞാൻ അതും വിറ്റ്. എന്നിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്നിടത്തുള്ള പ്രവർത്തകരുടെ അടുത്ത് കൊണ്ടേ കൊടുത്തു. അങ്ങനെ രണ്ടും കൂടി കൂട്ടുക. 38 ലക്ഷത്തിന് വിറ്റിട്ട് ഇപ്പോഴത്തെ വേറെ വാങ്ങിയാലെങ്ങനെ രണ്ടും കൂടി കൂട്ടാണ്ടാവില്ല? അത് മൂപ്പര് ലഭിച്ചിട്ടില്ല. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടി ഞാൻ അടുത്ത പ്രവർത്തകർക്ക് അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ടോ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരൊരു വീടുണ്ടാക്കി തന്നു. ആ വീടൊക്കെ കണ്ടപ്പോ എനിക്കും തോന്നി ഇപ്പൊ പണ്ഡിതന്മാരൊക്കെ ചാക്കിടാൻ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോ ബാലുശ്ശേരിക്കാരൻ അങ്ങനെ ആരെങ്കിലൊക്കെ വന്ന് ചാക്കിടാൻ നോക്കിയാൽ ഇറക്കാരന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു പോകണം. എന്താ ഈ വീട് ഉണ്ടാക്കാൻ അങ്ങനെ ചാക്കിടാൻ പറ്റൂല. അല്ല, 1 കോടിയുടെ വീടും എറണാകുളത്ത് NH-ന്റെ അടുക്കൽ 10 സെന്റ് സ്ഥലവും എനിക്ക് വാഗ്ദാനം ചെയ്തു. വ്യക്തിയുടെ പേര് പറഞ്ഞു അടിയാൻ നൂർ മുഹമ്മദ് നൂരിഷ. പുഷ്പം പോലെ ഞാൻ അതിനെ ഒഴിവാക്കി. പോയത്തക്കാരൻ അത് വാങ്ങിയിട്ട് പരിപാടി എത്തിക്കുമായിരുന്നു. കോടതിക്ക് പോകാതിരുന്ന പുഷ്പം പോലെ. ഇതൊക്കെ നോക്കൂ നിങ്ങൾ. കേരളക്കരയിൽ മുജാഹിദുകളെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന ആളുകളുടെ മുമ്പിലാണ്, ആളുകൾക്കിടയിലാണിത്. അനസ് മുസ്ലിയാരെ കുറിച്ച് അതേ മഹാനുഭാവം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിയാർ തന്നെയായി. ഞങ്ങൾ അനസ് മൗലവിന്ന് വിളിച്ചതാണ്. പക്ഷെ മുസ്ലിയാർ തന്നെയായി. മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ 1000 കെട്ടുവാങ്ങിയപ്പോൾ അനസ് മുസ്ലിയാരുടെ സ്വഭാവം കാട്ടിയില്ല. നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്, ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എത്രയാണ് കെട്ടാ കൊടുത്തത്? എന്തോ കണ്ട മുജാഹിദായവർ, എന്തുകൊണ്ടല്ല, എന്തോ കണ്ട മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് തുറങ്കം വെച്ച ആളുകളെ തിരിച്ചറിയണം സാധാരണക്കാരായ മുജാഹിദുകൾ. എന്നിട്ട് പ്രതികരിക്കാൻ കഴിയണം. കാർ BMW ആണ്, പക്ഷെ ഡ്രൈവർ കമ്മ്യൂണിയനാണെങ്കിലോ ആലോചിച്ചു നോക്കുമ്പോൾ തങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനയെ വിലയിരുത്തിയതാണ് പ്രാസംഗികന്മാർ. പക്ഷെ കുറച്ചൊക്കെ ബേജാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെ നമ്മളുടെ പണി കൂടിയാണ്. നമ്മളൊക്കെ വിചാരിച്ചിട്ട് പണി കുറഞ്ഞിട്ടില്ല, കൂടിക്കാണ്. 2 കൂട്ടരും ഇനി തട്ടിക്കൂട്ടി പറയും. മഠഭൂരികൾ തട്ടിക്കൂട്ടി പറയും. 2 അല്ല, വേറെ ടീമുണ്ട്. സ്വപ്നം കണ്ടിരുന്ന ഒരു ടീം മാറി നിൽക്കുന്നുണ്ട്. ഒരു കൺവെൻഷനിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ ഒരു ടീം ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ഒരു ടീം ജിന്നുമായിട്ടാണ്, ഒരു ടീം സിഹറുമായിട്ടാണ്. ഇവരെ നമ്മൾ തിരിച്ചറിയണം. നോക്ക് നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു പോകും. ഏത് സിഹർ? മാരകമെന്ന് പറയുന്ന സിഹർ. ജൂതൻ പ്രവാചകന്റെ മുടി സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാചകൻ മുടി ചെയ്യാൻ ഉപയോഗിച്ച ചീർപ്പിന്റെ പല്ലുകൾ സംഘടിപ്പിച്ചു. ഈത്തപ്പനയുടെ ഒരു ആൺകുലയുടെ കണ്ടും അല്ലെങ്കിൽ കൊലയിൽ സംഘടിപ്പിച്ചു. എന്നിട്ട് അപ്പുറത്ത് നിർവാണം എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയിട്ടു. എന്താ സംഭവിച്ചത്? പ്രവാചകൻ അതോടുകൂടി ചെയ്ത കാര്യം ചെയ്തിട്ടില്ല എന്ന് തോന്നി.
ചെയ്യാത്ത കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നി. ഹദീസ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനത്തിലേതാണ് ഇത്. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് സംഭവിച്ചത്? കുറച്ച് ചീർപ്പിന്റെ കല്ലും ഒരു മുടിയും ഈത്തപ്പനയുടെ കുലയും വെറുവാൻ എന്ന് പറയുന്ന കിടച്ചിൽ കൊണ്ടുപോയിട്ടാൽ ഇവിടെ എങ്ങനെയാ പ്രവാചകന് ബുദ്ധിക്ക് കുഴപ്പം പറ്റിയത്? അത് 6 മാസത്തോളം ആലോചിക്കണ്ടേ? ഇതിന്റെ കാര്യകാരണ ബന്ധം എന്താ? ഒന്നുമില്ല. അവിടെയാണ് ജിന്ന് കടന്നു വരുന്നത്. ആ ജിന്നിനെ ഉപയോഗിച്ച് ജൂതൻ എന്ത് ചെയ്യുന്നു? പ്രവാചകനെ ഉപദ്രവിച്ചു. അഥവാ വൈദികയായിട്ട് നമുക്ക് ഗുണവും ദോഷവും വരുത്തി വെക്കാൻ ശൈത്താന് സാധിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണമത്രേ. പ്രവാചകനെ പോലും ആ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾ ഇത് പറയുന്നവൻ യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ നിന്ന് അകലത്തിലാണ്, വളരെ അകലെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ രണ്ടും കണക്കാണ്. ഒന്ന് ജിന്നാണെങ്കിൽ മറ്റൊന്ന് സിഹിറിന്റെ പേരിൽ സിഹിറുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ആദർശ തലത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ പോയിട്ടുണ്ട്. ആരാണ് പറഞ്ഞത് പ്രവാചകൻ സിഹിർ പഠിച്ചു എന്ന്? എന്നാണ് പറഞ്ഞത്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 51 വർഷം കഴിഞ്ഞിട്ട് ജനിച്ച ഹിശാം ഇബ്നു ഉർവ സഹാബിയല്ല അദ്ദേഹം, വളരെ പുറകിലാണ്. പ്രവാചകന്റെ വഫാത്തിനു ശേഷം 51 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹിശാം ഇബ്നു ഉർവ ജനിക്കുന്നത്. ഈ വ്യക്തിയാണ് പ്രവാചകൻ ഈ രീതിയിൽ ശൈത്താന്റെ ഉപദ്രവം ഉണ്ടായി ജൂതൻ പ്രവാചകനെതിരെ മാരണം ചെയ്തു. എന്നിട്ട് 6 മാസത്തോളം വ്യക്തമായി ബുദ്ധിക്ക് കുഴപ്പം പറ്റി എന്ന് സമൂഹത്തോട് ആദ്യമായി പറഞ്ഞത്. അതല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിച്ചു. ഏകദേശം ഒരു 70 വയസ്സൊക്കെ കഴിഞ്ഞു. ആ 70 വയസ്സ് കഴിഞ്ഞപ്പോൾ വാർദ്ധക്യം ബാധിച്ചു. ബുദ്ധിക്ക് ചില തകരാറുകളൊക്കെ സംഭവിച്ചു. പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് ചേർത്തി പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, അഥവാ ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ വഫാത്തായി ഏകദേശം ഒരു 100 കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരൊറ്റ വ്യക്തിയാണ് പ്രവാചകൻ ഇത് ബാധിച്ചു എന്ന് പറയുന്നത്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ കഥ ഇത് ഖുർആനിനെതിരാണ്, വിശുദ്ധ ഖുർആനിനെതിരാണ്. എന്നിട്ട് ചോദ്യം, ഇത് ഫലിക്കുകയില്ല എന്ന് പ്രവാചകൻ സിഹിർ ജൂതൻ ചെയ്ത മാരണം ഫലിച്ചിട്ടില്ല എന്ന് അഹ്ലുസുന്നയുടെ ആളുകൾ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇതാ വലിയ ചോദ്യം. ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത് സൂറത്ത് ഇസ്രായിലെ 48-ാമത്തെ ആയത്ത്, സൂറത്ത് ഫുർഖാനിലെ 9-ാമത്തെ ആയത്ത്. ഒന്ന് കൈഫ ദറബൂ ലക്കൽ അംസാൽ ഫളല്ലൂ ഫലാ യസ്തതിഊന സബീല. പ്രവാചകരെ ആലോചിക്കണം താങ്കൾ. കൈഫ ദറബൂ ലക്കൽ അംസാൽ, എങ്ങനെയാണ് താങ്കൾ അവർക്ക് ഉപമകൾ പറഞ്ഞത്? ഫളല്ലൂ, അതുകൊണ്ട് തന്നെ അവർ കുഴച്ചു പോയിട്ടുണ്ട്. ഫലാ യസ്തതിഊന സബീല, നേർമാർഗം പ്രാപിക്കാൻ അവർക്ക് സാധ്യമല്ല. പ്രവാചകനെതിരെ മാരണം ബാധിച്ചവൻ, മാരണക്കാരൻ, ജ്യോത്സ്യൻ, ഭ്രാന്തൻ എന്നിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനമെന്ന് ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോരെ, അഹ്ലുസുന്ന വൽ ജമാഅ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അഥവാ പ്രവാചകൻ മാരണം ബാധിച്ചവനാണ്, മാരണക്കാരനാണ്, ഭ്രാന്തനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്ന് അല്ല പറഞ്ഞതാ. അതുകൊണ്ട് നന്നാകുമെന്ന പ്രതീക്ഷ വേണ്ട. നന്നാവില്ല. നന്നാവണമെങ്കിൽ ഈ വാദത്തിൽ നിന്ന് കൂടി പുറകോട്ട് പോകേണ്ടത്. അതും ആലോചിച്ചു. നന്നാവും അങ്ങനെ പ്രതീക്ഷയില്ല. നന്നാവേണമോ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജൂതൻ സിഹിർ ചെയ്തു മാരണം ബാധിച്ചിട്ട് പ്രവാചകന്റെ ബുദ്ധിക്ക് കുഴപ്പം പറ്റി എന്ന് പറയുന്ന ഈ കള്ള പ്രചാരണത്തിൽ നിന്ന്, പ്രവാചക നിന്ദയിൽ നിന്ന് പിന്മാറാത്തിടത്തോളം കാലം അത്തരത്തിലുള്ള ആളുകൾക്ക് നേർമാർഗം പ്രാപിക്കാൻ സാധ്യമല്ല. ഇത് നമ്മളുടെ അഭിപ്രായം പറഞ്ഞതല്ല, ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മുഫസ്സിറുകളും രേഖപ്പെടുത്തിയതാണ്. പ്രവാചകനെ നിന്ദിക്കുക അപ്പുറത്ത് മാത്രമല്ലല്ലോ. നോക്കൂ നിങ്ങൾ, എന്റെ മേധാവ് ആലോചിച്ച് നോക്ക്. സ്വന്തം നേതാവ് തലക്ക് വെളിയില്ലാതെ 6 മാസം നടന്നു പറഞ്ഞുകൊണ്ടും കിട്ടാനാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞാലും കിട്ടാനാ.
അതുപോലെ ആലോചിക്കാനുള്ള എപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മെക്കോ പൊട്ടിക്കാനോ വറ്റുപോലും ഇല്ലാതെ പോയല്ലോ എന്ന സംഘം. അപ്പൊ നിങ്ങൾ പ്രവാചകന് ബുദ്ധിക്ക് കുഴപ്പം പറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കിട്ടാനോ അവർക്ക്. പക്ഷെ വിശുദ്ധ ഖുർആനിനെതിരാണ് നമ്മൾ തിരിച്ചറിയണത്. എന്നിട്ട് സമൂഹത്തോട് പറയണം, പഠിക്കണം. നമ്മളുടെ കൺവെൻഷൻ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് സമൂഹത്തോട് ഈ കാര്യങ്ങൾ തുറന്നു പറയണം. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരിച്ചറിയലിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധിതമാണ്. ഇപ്പൊ ബുഖാരിയിൽ ഖുർആനിന്റെ എതിരായ ഹദീസ് ഉണ്ടാവോ? നാട്ടിലൊക്കെ പാട്ടായ ചോദ്യമാണ്. ബുഖാരിയിൽ ഖുർആനിനെതിരോ ഉണ്ട്. നമ്മളല്ല പറഞ്ഞത്. ബുഖാരിക്ക് ശറഹ് എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്, ഹദീസിന്റെ നമ്പറിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിനെതിരാണ് ഇന്ന ഹദീസ് എന്ന്. ബുഖാരിയിലെ ഹദീസുകളെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഒരൊറ്റ ഹദീസ് ഫത്ഹുൽ ബാരിയിൽ 5101 നമ്പർ ഹദീസ്, 5101 നമ്പർ ഹദീസ് ഫത്ഹുൽ ബാരി. സംഭവം മറ്റൊന്നുമല്ല, അബൂജഹലിന് നരകത്തിൽ കൂൾ ഡ്രിങ്ക് കിട്ടുമെന്നതാണ് വിഷയം. അബൂലഹബ് മരിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകൾ അദ്ദേഹത്തെ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അബൂലഹബിനെ കണ്ടപ്പോ അടുത്ത ചോദ്യം, എങ്ങനെയുണ്ടാണ് അബൂലഹബ്? അപ്പൊ അബൂലഹബ് പറഞ്ഞു, ഒരു മെച്ചൂല്ല, ഒരു കുറവില്ല അവിടെ. പക്ഷെ ഇടയ്ക്ക് എനിക്കൊരു തിങ്കളാഴ്ചത്തെ വെള്ളം കിട്ടലുണ്ട്, വെള്ളം കിട്ടാറുണ്ട് എനിക്ക് നരകത്തില്. അതെന്തുകൊണ്ടാ? സുവൈബയെ ഞാൻ മോചിപ്പിച്ചത് കൊണ്ട് അതിന്റെ പേരിൽ എനിക്ക് വെള്ളം കിട്ടാറുണ്ട്. ഫത്ഹുൽ ബാരിയിലെ 5101 നമ്പർ ഹദീസ്. എന്നാൽ ഇബ്നു ഹജർ അസ്ഖലാനി ഇതിനെ വിശദീകരിച്ചു. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ ഹദീസിൽ തെളിവുണ്ട്. എന്തിന് തെളിവുണ്ട്? അമൽ സ്വാലിഹ് കാഫിറിന് പരലോകത്തിൽ ഉപകരിക്കും എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. നിർത്തിയില്ല. പക്ഷേ ഇത് ഖുർആൻ പ്രഖ്യാപിച്ചതിന് നേരെ വിരുദ്ധമാണ്. എന്താ പറഞ്ഞത്? ഫത്ഹുൽ ബാരിയാണ് രേഖപ്പെടുത്തിയത് 5101 നമ്പർ. എന്താ ഖുർആൻ പ്രഖ്യാപിച്ചത്? അദ്ദേഹം അവിടെ സത്യനിഷേധികളുടെ പ്രവർത്തനത്തിലേക്ക് നാം കടന്നു വരും, എന്നിട്ട് അതിനെ വിതറിയ ധൂളികളാക്കി മാറ്റുമെന്ന ആയത്താണ് അവിടെ കൊടുത്തത്. ഈ ആയത്തിനെതിരാണ്. എത്ര ആയത്തുകൾക്കെതിരെ? സൂറത്തുൽ നൂറിലെ കാഫിറിന്റെ പ്രവർത്തനം മരുഭൂമിയിലെ മരീചിക പോലെയായിരിക്കും, പരലോകത്തിലൊന്നും ലഭ്യമല്ല. അതുപോലെ തന്നെ കൊടുങ്കാറ്റുള്ള ദിവസം കൊടുങ്കാറ്റ് ആണി വീശിയ വെണ്ണീര് പോലെയാണ് അവിശ്വാസിയുടെ പ്രവർത്തനം. ഖുർആൻ പറഞ്ഞു. അബൂലഹബിന്റെ വിഷയത്തിൽ സൂറത്തു മസദ് ഇറങ്ങി, അയാളുടെ സമ്പത്തോ അയാളുടെ പ്രവർത്തനമോ ഉപകരിക്കുകയില്ല. ഇത് ഖുർആനിനെതിരാണ് എങ്കിൽ അതിന്റെ പേരിൽ ഇമാം ബുഖാരിയെ നമ്മൾ വിഭജിക്കുകയില്ല. ഇമാം ബുഖാരിയേക്കാൾ എത്രയോ ഉന്നതിയിലാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷേ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോടുള്ള നിലപാടല്ല. അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു, ഒരു ഹദീസ് സഹീഹായി വന്നാൽ അതാണ് എന്റെ മദ്ഹബ്. അഥവാ പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമായി ആര് ലോകത്തിലുള്ള ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ വന്നാലും അത് നമുക്ക് സ്വീകാര്യമല്ല. പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി KP മുഹമ്മദ് മൗലവി എഴുതിയിട്ടുള്ള അത്തവസ്സുൽ എന്ന് പറയുന്ന പുസ്തകം വീടുകളിൽ ഉണ്ടാകും. എടുക്കണം നമ്മളത്. അതിലെ 52ാമത്തെ പേജ് എടുക്കുക. 52ാമത്തെ പേജിൽ KP വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് എടുത്ത് ധരിച്ചിട്ടാ പറയുന്നത്. ആദം അലൈഹിസ്സലാമക്ക് തെറ്റ് സംഭവിച്ചപ്പോൾ, നന്മ സംഭവിച്ചപ്പോൾ ആദം അലൈഹിസ്സലാം പ്രവാചകനെ ഇടയാളനാക്കി തേടി എന്ന് ഹദീസുണ്ട്. ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? പക്ഷേ ആ ഹദീസ് വിലയിരുത്തിയിട്ട് ഇത് ഖുർആനിന്റെ വിരുദ്ധമാണ്. ഖാല
റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആയത്തിന് വിരുദ്ധമായതുകൊണ്ട് മാറ്റിവെച്ചു നമ്മൾ. എന്നിട്ട് കേൾക്കാതെ പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ. ഒരു ഹദീസിന്റെ റിപ്പോർട്ടർമാർ എത്ര പരിശുദ്ധരാണെങ്കിലും അവർ റിപ്പോർട്ട് ചെയ്ത വചനം പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമാണെങ്കിൽ അത് മാറ്റിവെക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ ഹദീസ് വിധാനശാസ്ത്രമാണ്. നമ്മൾ സമൂഹത്തെ പഠിക്കണം. നമ്മൾ അല്ല അമാനിലേഖനം എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട് വ്യഭിചര്യ ഇസ്ലാമിക ശരീഅത്തിൽ അതിനുള്ള സ്ഥാനം കേരളം 70കളിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ 96 മുതലുള്ള പേജ് 104 വരെയുള്ള പേജുകൾ പഠിക്കണം. നമ്മൾ ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സനദ് ശരിയായാൽ മാത്രം പോരാ, മത്നും ശരിയായിരിക്കണം. മത്നും ശരിയായിരിക്കണം. നിങ്ങൾ ഈ രീതിയിൽ വളരെ കൃത്യമാണ്, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ബുഖാരിയിലും പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായിട്ടുള്ള ഹദീസുകളുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനമല്ല പറഞ്ഞത്. ബുഖാരിക്ക് ശറഹ് എഴുതിയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ആ ശറഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുഖാരി അങ്ങനെ തന്നെ ബുഖാരിയിലെ ഹദീസോ അല്ല, അവിടെയും സ്വീകരിക്കേണ്ട നിലപാട് വളരെ കൃത്യമാണ്. ഹദീസ് വിധാനശാസ്ത്ര പ്രകാരം അത് സഹിഹാണ്. അങ്ങനെ പോകുമ്പോൾ പലരും കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ത്വരീഖത്തുകാരുണ്ട്. മുജാഹിദുകൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പരിഹാരമാണ് മഞ്ചേരിയിൽ അവർ ചർച്ച ചെയ്തത്. എന്ത് പരിഹാരമാണോ അവർ പറയാം. അതേ രീതിയിൽ SKSSF ആൾറെഡി മറ്റൊരു സ്വാഗതം ചെയ്തു കഴിഞ്ഞു. എന്താ സക്കരിയാക്കൾക്ക് സ്വാഗതം മുമ്പും പറഞ്ഞിട്ടുണ്ട്. അമ്പലക്കടവ് പോയി ഇനി സലാം സുന്നമിക്കെതിരെ നമുക്കെന്ത് ചെയ്യാം, ഒന്നിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, സുന്നികൾ എന്ന് പറഞ്ഞ് പലപ്പോഴും വെള്ളിക്കോട് പോലെ സുന്നത്തില്ലാത്ത ഒരു ടീം സമൂഹത്തിനുണ്ട്. ഇവിടെ ജിന്നും ശൈത്താനും മലക്കുമൊക്കെയാണ് വിഷയമെങ്കിൽ അപ്പുറത്ത് മൺമറഞ്ഞു പോയ മഹാന്മാരാണ്. അപ്പുറത്ത് മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് ബദരീങ്ങളെ കാക്കണേ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്നിങ്ങനെ വിളിച്ചു തേടിയാൽ അത് ഖുർആൻ ശിർക്കാണ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ല, സഹായതേട്ടമല്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു ടീമുണ്ട്. അതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അഥവാ നമ്മളുടെ പ്രബോധന പണി കൂടിയിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ജാഗരൂകരായിരിക്കേണ്ട സമയമാണ്. നമ്മളുടെ ബാധ്യത കൂടിയിരിക്കുകയാണ്. അഥവാ ഇന്ന് നേരത്തെ CP പറഞ്ഞില്ലേ, ഈ ഒരു ചെറിയ സംഘം സമ്പത്തില്ല, അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങൾ കുറവാണ്, ഡിപ്പാർട്ട്മെന്റിലുള്ള സ്വാധീനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, രാഷ്ട്രീയക്കാർ ചിലപ്പോൾ പിരിഞ്ഞു നോക്കിക്കൊള്ളണമെന്നില്ല, പത്രങ്ങളിലെ റിപ്പോർട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് വന്നുകൊള്ളണമെന്നില്ല. കാരണം അവർക്കൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് നന്മ കിട്ടുകയില്ല. ഇത് കൃത്യമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു മുന്നേറുന്ന ഒരു ടീമാണ് എന്ന് കൃത്യമായി ബോധമുള്ളവർ ആ രീതിയിലൊക്കെ തിരിഞ്ഞുകുത്താൻ ശ്രമിക്കുമ്പോഴും ഈ ഒരു ചെറിയ സംഘം ഈ ദൗത്യം ഇവിടെ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, നേരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, പടച്ചവനെ ഇനി ഈ ഭൂമുഖത്ത് ഈ ലോകത്തിൽ നീ മാത്രം പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അന സയ്യിദുൽ ആദം, ഇതാണ് കഴിഞ്ഞ വാദപ്രതിവാദത്തിൽ എടുത്തിട്ടതും മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവ്. എന്താ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ് എന്ന്. ആലോചിച്ചു നിങ്ങൾ. ഇനി ഇത് സഹീഹാണെന്ന് വെച്ച ഒരടിസ്ഥാനവുമില്ല. എന്നാൽ അത് സഹീഹാണെന്ന് വെച്ചാലെന്നല്ലേ കിട്ടുള്ളൂ. അന സയ്യിദുൽ ആദം, ഞാൻ മനുഷ്യരുടെ നേതാവാണെന്നല്ലേ കിട്ടുള്ളൂ. എന്നോട് പ്രാർത്ഥിച്ചോളി എന്നതുകൊണ്ട് കിട്ടോ? കിട്ടില്ല. പക്ഷേ ഇതെടുത്തിട്ടപ്പോൾ അത് അർഹിക്കുന്ന രീതിയിൽ അതിനെ എതിർക്കാൻ ഹനീഫക്കാർക്ക് സാധിച്ചിട്ടില്ല. എന്തേ സാധിക്കാതിരുന്നത്?
മറ്റൊന്നുമല്ല. ഹദീസ് നിഷേധി എന്ന് പറഞ്ഞാലോ അവിടെയാണ് നമ്മളുടെ പ്രബോധനം. ഒന്ന് പരിശുദ്ധ ഖുർആൻ, രണ്ടാമത്തേത് തിരിച്ചറിയ. അതിന്റെ പിന്നാലെ വരുന്നു ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കപ്പെട്ട സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. അപ്പൊ ഇതുകൂടി നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. സമൂഹത്തെ ഹൈടെക് കുതുബിയത്തൊക്കെ ഹൈടെക് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നാരിയ സ്വലാത്തുകൾ തിരിച്ചു വരികയാണ് വീടുകളിലേക്ക്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തെയിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ ഇടപെടലുകളെ കൊണ്ട് മാറ്റിവെക്കപ്പെട്ടിരുന്നു. പക്ഷേ വീണ്ടും അത് വീടുകളിലേക്ക് ഹൈടെക് വൽക്കരിച്ച് തിരിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കേണ്ടവരാണ് മുജാഹിദ് പ്രസ്ഥാനം. ഉറങ്ങേണ്ടവരല്ല, ഉറക്കം നടിക്കേണ്ടവരല്ല. നമ്മളിലാണ് ഈ സമൂഹത്തിന് പ്രതീക്ഷയുള്ളത്. നോക്കൂ നിങ്ങൾ, എല്ലാ തലത്തിലും തകർന്നു കളഞ്ഞു. ഞാൻ എടുത്തു പറയുന്നില്ല. TP അബ്ദുള്ള കോയ പദ്ധതി പറഞ്ഞല്ലോ. ആരെ കുറിച്ചാണ് പറഞ്ഞത്? മിമ്പറിൽ കയറുന്ന അവരുടെ ഹദീബുമാരെ കുറിച്ചാണ് പറഞ്ഞത്. ഗുരുതരമായ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. രണ്ടാമത്തെ കയറാൻ കഴിയാനിട്ടാണ് എനിക്ക് രണ്ടാമത് തോന്നി. അവരെ ആക്കിയിട്ട് തക്കുവയുള്ള ആളുകൾ കാരണം. അതുകൊണ്ട് തക്കുവയുള്ള ആ ഈമാനുള്ള ആ യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം നെഞ്ചിലേറ്റിയിട്ടുള്ള സംഘടനാ തലത്തിൽ അപ്പുറത്ത് പെട്ടുപോയിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കടന്നു വരേണ്ട അവസരമാണിത്. മാത്രമല്ല അവരെ ക്ഷണിക്കേണ്ട സന്ദർഭമാണ്. അവരൊക്കെ പോയി കാണണം, കാണേണ്ടവരൊക്കെ പോയി കാണണം. ഇത് കേൾക്കുന്നവരുണ്ടാവും, അപ്പുറത്തുള്ളവരുണ്ടാവാം. കാണണം, പോയി കണ്ടിട്ട് അവരൊക്കെ ക്ഷണിക്കണം. അബൂസുഫിയാന്മാരുണ്ടാവാം. അബൂസുഫിയാനെ തലത്തിൽ നിന്ന് കൈകാര്യം ചെയ്യണം. എങ്ങനെയാണ് കയറി വന്നത്? മക്കബത്തിൽ നടക്കുന്നു പ്രവാചകന്റെ പ്രഖ്യാപനം. അബൂസുഫിയാന്റെ വീട്ടിൽ കയറിയവരൊക്കെ നിർഭയരാണ്. അബൂസുഫിയാനിന് പൊന്തി അന്റെ പ്രതി കയറിയവരൊക്കെ അങ്ങനെ നേരെ വരുന്നു പ്രവാചകന്റെ സന്നിധിയിൽ. നോക്കൂ നിങ്ങൾ, അങ്ങനെ കാണേണ്ടവർ അങ്ങനെ തന്നെ കാണണം. നമ്മൾ പാലം പണിയുന്നവരാണ്. പാലം പണിയുന്നവരെന്നാണല്ലോ നമുക്കെതിരെ ആരോപണം വെച്ചത്. നമ്മൾ ആ പണി നിർത്തില്ലേ? ആരോപിച്ചപ്പോൾ അല്ല, നമ്മൾ പണിയേണ്ടവരാണ്. ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരാം. അപ്പം ഇങ്ങോട്ട് അവരെ കൊണ്ടുവരേണ്ടതുണ്ട്. പാലം പണിയിലൂടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കൊണ്ടുവരണം, അത് ചെയ്യണം. പൊതു താല്പര്യ മേഖല എഡിറ്റോറിയൽ എഴുതിയപ്പോൾ എന്തൊക്കെ പുതിയ ഉണ്ടാക്കിയിരുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ. എന്തൊക്കെ പുതിയ ഒരുപാട് സാഹചര്യം നടത്തി. എന്തായിരുന്നത്? മർഫി റേഡിയോയുടെ അതുപോലെ തന്നെ വലക്കാ വരലിതൊക്കെ കാണിച്ചെടുത്തിട്ടല്ല. അപ്പുറത്ത് ആ സ്റ്റാളിലെത്തുമ്പോ ഒരെന്ത് ചെയ്തു? തൗഹീദ് പറഞ്ഞു അല്ലേ? അത്രയോളം ഇവന്റെ മോൻ പറഞ്ഞത് പാലക്കാട് ആ ഒരു എക്സിബിഷനൊക്കെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്തോളി അത് വിളിച്ചിട്ട് തൗഹീദ് പറഞ്ഞിട്ട് കുഴപ്പമില്ല. വെളിച്ചമില്ലേ? വെളിച്ചം എന്ന് പറയുന്നത് ആദർശ തലത്തിലുള്ള വെളിച്ചമല്ല. എന്നിട്ടും എക്സിബിഷന് പേരിട്ടവരുണ്ടായിരുന്നു വെളിച്ചം. അവരുടെ പ്രാസംഗികന്മാരൊക്കെ പഠനമായിരുന്നു നിങ്ങൾ ഇപ്പൊ പ്രസംഗിക്കുന്നത്. ഈ കഴിഞ്ഞ 12 വർഷമുണ്ടല്ലോ, 10 വർഷമുണ്ടല്ലോ, ഇത്ര അധികം വളർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടേയില്ല. ആലോചിക്കട്ടെ, വല്ലാത്ത മന്ദബുദ്ധികളാണ് ഇത് കേൾക്കുന്നവരെ പിടിച്ചെടുക്കേണ്ടവരാണ്. ഈ 12 വർഷത്തിനുള്ളിൽ സുബൈറിന്റെ ഒന്നുമില്ലേ? ഒരാൾ അത്തിക്കാട്ടേക്ക് പോയി 30 ടീം, അതൊക്കെ 2 ആഴ്ചയാണ്. ഷെയ്ഖ് പറഞ്ഞ മാതിരിയൊന്നും ഷെയ്ഖ് അടക്കണില്ല. അതുകൊണ്ട് ഷെയ്ഖിനെ പിന്തുടരാൻ പറ്റൂല എന്നാണ് അത്തിക്കാട്ടിലെ ടീം അവിടെ 2 ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദർശ വ്യതിയാനം പറഞ്ഞ് ആരോപണം ഉന്നയിച്ച് പുറത്താക്കി. അപ്പുറത്തുള്ള അവസ്ഥ സക്കരിയനെ പുറത്താക്കി. ഇനിയോ ഇപ്പൊ അപ്പുറത്ത് ഒന്നാമത് കരുതുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞു മുഹമ്മദ് കാപ്പൂരിന്റെ നേതൃത്വത്തിൽ സ്വപ്നം കാണുന്ന ഒരു ടീം മാറണ്ട അപ്പുറത്ത്. ഇനിയോ സലഫി വിരുദ്ധരും അനുകൂലികളും ഒരു കൊല്ലത്തിനിടയിൽ 2 യാതൊരു സംശയമില്ല. ഇതൊക്കെ നമ്മൾ കണ്ണിൽ കാണേണ്ടവരാണ് ആയുസിനും കിട്ടണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ പണി ശരിക്ക് കൃത്യമായിട്ട് പാലം പണിയേണ്ട അടുത്ത് പാലം പണിയണം. ഈ ആദർശ തലത്തിലേക്ക് അപ്പുറത്തുള്ള സഹോദരങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരാൻ വേണ്ട എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് നടത്തണം. അതിനുള്ള ഊർജം സംഭരിച്ചുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. എന്തൊക്കെ പ്രവർത്തനം നടത്തിയാലും
പ്രവാചകരുടെ ഉത്തമ അനുയായികൾ പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ ഇതൊക്കെ നൽകുന്നത് ഇന്നലെ അനുഗ്രഹമുക്കുല്ലി വജിഹില്ല ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ പാലം പറയുന്ന അവനിൽ നിന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവന് എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാം. അവന് സ്വർഗം കിട്ടണം, യഥാർത്ഥ വിശ്വാസിയാവണം എന്നാണ് നമുക്ക് ആഗ്രഹിക്കാവുന്നതിന്റെ ഏറ്റവും ടോപ്പിലുള്ളത്. അത്തരത്തിൽ നമ്മളുടെ സഹോദരങ്ങളെ സ്വർഗാവകാശികളാക്കി മാറ്റി തീർക്കണം. അതിന് പ്രവർത്തിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന ആ തിരിച്ചറിവോടുകൂടി നാട്ടിലേക്ക് വന്ന മഴക്ക മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ 20% കുറവാകാം. ആ മഴക്ക് ആ കാലാവസ്ഥക്ക് നമുക്ക് അനുകൂലമാണ്, എല്ലാ തലത്തിലും അനുകൂലമാണ്. യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ കരുത്ത് തെളിയിക്കേണ്ട, ആദർശ തലത്തിലുള്ള കരുത്ത് തെളിയിക്കേണ്ട കാലമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ നാം അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.